മുൻവർഷ ചോദ്യപേപ്പറുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നൊരു പുതിയ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേലിത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, കുണ്ടറ വിളംബരം. ആൻസർ ഓപ്ഷൻ എ ആണ്. തിരുവിതാംകൂറിലെ ദളവയും കുണ്ടറ വിളംബരവുമാണ് വേലിത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് ശരിയായ കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. 1857 കലാപത്തിൽ ശിപായിമാർ പങ്കെടുത്തിരുന്നില്ല. ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. ജനറൽ അസംബ്ലി, INA, സെക്യൂരിറ്റി കൗൺസിൽ. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി, INA. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡിയാണ് സന്യാൻസൻ കുമിന്താങ്, മാവോ സെ-തൂങ് ലോങ് മാർച്ച്. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ത്രിരത്നങ്ങൾ, അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. ഐക്യ കേരള രൂപീകരണത്തിനു ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? സി അച്യുതമേനോൻ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂനമർദ്ദ മേഖല. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. ഇത് രണ്ടും ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണം കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഓപ്ഷൻ എ, വാഴക്കുളം. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവും ആണ്. വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളലുണ്ടാകുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണോ, ലാറ്ററൈറ്റ് മണ്ണാണോ, കറുത്ത മണ്ണാണോ, വനമണ്ണാണോ? ഓപ്ഷൻ സി, കറുത്ത മണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേബിൾ ലഞ്ചാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി, മണിപ്പൂർ. ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ഓപ്ഷൻ എ. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഓപ്ഷൻ സി. പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? 1 ADP, അടുത്തത് AIM, അടുത്തത് SDG. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. എല്ലാം അനുയോജ്യമായതാണെന്നാണ് ആൻസർ.